ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ ജിത സുജിത്ത്. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, എൻ്റെ ആദ്യത്തെ സിനിമാ അനുഭവം എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാനൊരു ആക്ട്രസ്സാണ്. ഏകദേശം 4-5 വർഷമായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്. 14 സിനിമയോളം ഞാനിപ്പോൾ ചെയ്തു. ചെറിയ ചെറിയ ക്യാരക്ടറായിരുന്നു. ഈ 14 സിനിമകളിൽ എന്നെ പഠിപ്പിച്ച പാഠം എന്താണെന്നും കടന്നു വരുന്ന ആക്ടേഴ്സിനൊക്കെ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ സിനിമ മധുരം ജീവാമൃത ബിന്ദു എന്ന് പറയുന്ന ഒരു ആന്തോളജി മൂവിയായിരുന്നു. അതിൽ ജെസ്സി എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിലായിരുന്നു ഞാൻ അഭിനയിച്ചത്. ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്ത മൂവിയുടെ ഹീറോ എന്ന് പറയുന്നത് സൈജു കുറുപ്പായിരുന്നു. ആ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഞാൻ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്നൊന്ന് പറയാം. ആക്ടിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ മനസ്സിൽ ആക്ട്രസ് ആകുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിരുന്നില്ല. കാരണം അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ തീരെ താല്പര്യമില്ലാത്തൊരു സംഗതിയായിരുന്നു ഈ അഭിനയം എന്ന് പറയുന്നത്. എൻ്റെ സ്വന്തം നാട് ചെമ്പിലാണ്. നമ്മളുടെ മഹാനടൻ മമ്മൂക്കയുടെ വീടിനടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് എൻ്റെ അച്ഛൻ പഠിച്ചത്. ആ ഒരു കഥകൾ കേട്ടാണ് ഞാൻ വളർന്നതും. മമ്മൂക്കയുടെ വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന മൂവി, പല മൂവീസ് ഞങ്ങളുടെ ചെമ്പിലുള്ള സരിക എന്ന് പറഞ്ഞ തിയേറ്റർ എൻ്റെ അച്ഛയുടെ കൂടെയാണ് ഞാൻ പോയി കാണുന്നത്. എനിക്ക് വലുതാവുമ്പോൾ എന്താവണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുള്ളത് എനിക്കൊരു സിനിമാ നടിയാവണം, എനിക്ക് മമ്മൂട്ടിയുടെ നായികയാവണം എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മണ്ടത്തരങ്ങൾ. മമ്മൂട്ടിയുടെ നായികയായില്ലെങ്കിൽ കൂടിയും സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഈ ഒരു അവസരത്തിൽ കിട്ടി. 18ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അതുവരെ ഞാൻ കോളേജിലും സ്കൂളിലും ഒക്കെ ഡാൻസ്, ഞാനില്ലാത്തൊരു പരിപാടി ഇല്ലായിരുന്നു സ്കൂളിൽ. വെറുതെ എല്ലാത്തിനും ചെന്ന് ചേരും. ആനുവൽ ഡേ വരുമ്പോഴും എല്ലാം ഞാൻ ഇല്ലാത്തൊരു പ്രോഗ്രാം ഇല്ല. ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, സ്റ്റോറി റൈറ്റിംഗ് ആയിക്കോട്ടെ, എന്തിനും ജിതയില്ലാത്ത ഒരു പ്രോഗ്രാം സ്കൂളിൽ നടക്കാറില്ല. കല്യാണത്തിന് ഒരു മാസം മുൻപായിരുന്നു കോളേജിലെ ആനിവേഴ്സറി. ആ സമയത്തും ഞാൻ അവിടുന്ന് ഡാൻസ് എല്ലാം കളിച്ചിട്ടാണ് പോകുന്നത്. ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. കലാപരമായിട്ട് എങ്ങും അച്ചീവ് ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. എങ്കിലും അതൊരു കുറവായിട്ട് കാണാതെ ഞാൻ വീണ്ടും അതിനുള്ള ശ്രമത്തിലാണ്. ഇതുവരെ സാധിക്കാത്ത പല കാര്യങ്ങളും ഇനിയും സാധിക്കാൻ സമയമുണ്ടല്ലോ, അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഒരു തയ്യാറെടുപ്പാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ അന്നും മനസ്സിനകത്ത് ഈ ഒരു മോഹം ഉണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ് മക്കളായി അവർ വലുതായി അവരൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ അപ്പച്ചിയുടെ മോൻ, അവനാണ് എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അവൻ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു മൂവിയിലേക്കാണ് എന്നെ വിളിച്ചത്. ഞാൻ അതിനുശേഷം പങ്കെടുത്ത ഓഡീഷൻ വഴി കിട്ടിയിട്ടുള്ള സിനിമകളിലൊക്കെ അതിലും ചെറിയ റോളിന് വേണ്ടിയിട്ടൊക്കെയായിരുന്നു ഓഡീഷൻ നടത്തിയിരുന്നത്. ഇതിപ്പോൾ എൻ്റെ കസിൻ ആയതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ്. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് കിട്ടിയത്. കാരണം സൈജു കുറുപ്പിൻ്റെ കൂടെ ചെറിയൊരു ഡയലോഗോടുകൂടെ എനിക്ക് അത് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്കുള്ള എൻ്റെ എൻട്രി. ഒരു ദിവസം വൈകുന്നേരം അവൻ വിളിച്ചിട്ട് പറയുകയാണ്, ചേച്ചി ഒരു അമ്മയുടെ റോളാണ്, ചേച്ചിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വന്ന് നോക്കാമോ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനൊരു ചെറിയൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന സീനൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇന്ന സീനൊക്കെ ചെയ്ത് കാണിച്ചു. അതുവരെ അഭിനയിച്ചിട്ടുള്ള പരിചയമൊന്നും ഇല്ലല്ലോ, നമ്മൾക്ക് ആഗ്രഹം മാത്രമാണുള്ളത്, പ്രാർത്ഥനയും ആഗ്രഹവും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കാണിച്ചു. എന്തോ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞു തന്നാൽ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നായിരിക്കാം. അങ്ങനെ പോന്നു. അന്ന് അവരൊന്നും പറഞ്ഞില്ല. ഓഡീഷൻ കഴിഞ്ഞിട്ട് ഇങ്ങ് പോരുക ചെയ്തത്. പിന്നെ ഇവനാണ് വിളിച്ച് പറഞ്ഞത്, ചേച്ചി അവർക്ക് കുഴപ്പമില്ല, അപ്പോൾ ഒരു ദിവസം പറയുന്ന ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് അവൻ പറഞ്ഞു, ചേച്ചി ഇന്നൊരു ദിവസം രാവിലെ വരണം, ഇങ്ങനെ കോലഞ്ചേരിയിൽ ഇന്നൊരു സ്ഥലത്താണ് ഷൂട്ട്, അവിടെ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ലൊക്കേഷൻ അയച്ചു തന്നു. അങ്ങനെ ചെന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സിനിമയിലേക്കുള്ള ഫസ്റ്റ് എൻട്രി. ഇനി ഞാൻ ആ ക്യാമറയിൽ എങ്ങനെയാണ് ഞാനത് ഫേസ് ചെയ്തതെന്നുള്ളൊരു അനുഭവം കൂടെ ഞാൻ പറയാം. അപ്പോൾ ഇവിടുന്ന് ഞാനും ഹസ്ബൻഡും കൂടെ കോലഞ്ചേരിയിലേക്ക് പോവുകയാണ്. നെഞ്ചിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടെൻഷനാണ് എനിക്ക്. എത്ര ആൾക്കാരെ മുമ്പിൽ വെച്ച് നമ്മളിത് ചെയ്യുക. അപ്പോൾ ചെന്നപ്പോൾ ഒരു ചെറിയൊരു വീട്, ആ വീട്ടിൽ മോനുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഞാൻ മുറ്റത്ത് അയയിൽ വിരിച്ചിരിക്കുന്ന തുണികൾ പെറുക്കിയെടുക്കുകയാണ്. മഴ പെയ്യുമ്പോൾ തുണി പെറുക്കി തോളത്തിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സൈജു കുറുപ്പ് വരുന്നതും എന്നോട് മോനുണ്ടോ എന്ന് ചോദിക്കുന്നതും, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കുറച്ച് സംസാരിക്കുന്നതായിരുന്നു സീൻ. കോസ്റ്റ്യൂമൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത്രയും വലിയ ക്യാമറ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ലൈറ്റ്സ്, ഒരുപാട് ആളുകൾ, അതുപോലെ ഷൂട്ടിംഗ് കാണാനുള്ള ആൾക്കാർ, ഈ സിനിമയിലുള്ള ക്രൂ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ മുന്നിൽ നിന്ന് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് ഞാനിങ്ങനെ പറയുകയാണ്, ദൈവമേ എനിക്ക് കിട്ടിയ നല്ലൊരു ചാൻസാണ്, അത് കൊളാക്കാനായിട്ട് എന്നെ അനുവദിക്കരുത്, എനിക്കത് എന്തായാലും റെഡി ആവണം, ഇല്ലാണ്ട് ഇനി ഇതുപോലത്തെ ഒരു ചാൻസ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്കിതൊരു ലാസ്റ്റ് ചാൻസാണ്, എനിക്കിത് സക്സസ് ആയിട്ട് ഇത് എൻഡ് ചെയ്യിക്കണം, എന്നെ സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് നന്ദി പറഞ്ഞ് നിന്നുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ നൈറ്റി ഇട്ട് വന്നു, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു റിഹേഴ്സൽ പോയി. അപ്പോൾ എൻ്റെ ഫേസിൽ ആ ഒരു ടെൻഷൻ ഫീൽ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്ടർ ആക്ഷൻ പറഞ്ഞു. എന്തോ ഈശ്വരാധീനം കൊണ്ട് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയി എന്നുള്ളതാണ്. എനിക്ക് അവരെ അധികം ബുദ്ധിമുട്ടിക്കാതെ
അവരുടെ സഹകരണം കൊണ്ട്. കാരണം നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ടിയിട്ട് കളയാനായിട്ട് അവരുടെ കയ്യിൽ സമയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വെക്കുന്നതും, അല്ലെങ്കിൽ അതുപോലെ വർക്ക്ഷോപ്പ് എല്ലാം കൊടുത്ത് ഒരാളെ അതിലേക്ക് എൻ്റർ ചെയ്യിക്കുന്നതും. ഇത് യാതൊരു എക്സ്പീരിയൻസും ഇല്ല, ഡാൻസ് കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലാതെ എനിക്ക് സിനിമയ്ക്ക് മുൻപിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുൻപിൽ വരാനായിട്ട് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. ആകെ 1-2 യൂട്യൂബ് വീഡിയോസൊക്കെ ആ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നുള്ളതല്ലാതെ. എന്തോ ഭാഗ്യത്തിന് ഫസ്റ്റ് ടേക്കിലേക്ക് തന്നെ അവന് നാണക്കേടുണ്ടാക്കാൻ എനിക്ക് അത് നല്ലതുപോലെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കാണ്. ഒരു ചമ്മലും നാണം ഉണ്ടായിരുന്നു, അതെല്ലാം പിന്നെ കുറഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ ആ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതായത് ഇത് നിസ്സാര കാര്യമല്ല എന്ന് മനസ്സിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഡയലോഗ് പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ ആ പെർഫെക്റ്റ് ആയി, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഓക്കെ ആയി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം സൈജു കുറുപ്പ് എന്ന് പറഞ്ഞ അദ്ദേഹം എത്ര തന്മയത്വത്തോടു കൂടിയായിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്തു പോയത്. ആ ഒരു നാണവും ഒരു ചമ്മലും ഒക്കെ കൂടെ വന്നിട്ട് പോകണം എന്ന് ഡയറക്ടർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത് എത്ര തന്മയത്വത്തോടു കൂടിയാണെന്നറിയോ ഒറ്റ ടേക്കിൽ അത് ചെയ്തു പോയത്. അപ്പോൾ ഒപ്പം ഡയലോഗും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡയലോഗിനൊപ്പം ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസിനും കൂടെ കാര്യമുണ്ടല്ലോ. അത് നമുക്കിപ്പോൾ വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്തു പോകും എന്ന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചു. എനിക്കതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു അമ്മ മോനെ വിളിക്കുന്നതും അതിനെ കുറച്ച് സംസാരിക്കുന്നതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു ജട്ടലായിരുന്നു. ആ ഒരു ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം. എൻ്റെ ഫീൽഡ് ഇതാണ്. ഇപ്പോഴാണ് എനിക്ക് ഈ ഒരു ഞാൻ ആഗ്രഹിച്ചത്, ചെറുപ്പം മുതലേ ഞാൻ എന്ത് ആഗ്രഹിച്ചോ അതെനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഇനി ഇത് തുടർന്ന് പോകാമെന്ന് ഞാൻ അന്ന് അവിടെ വെച്ച് തീരുമാനിക്കുകയാണ്. അന്ന് തുടങ്ങിയ ജേണി 2021 ഒക്ടോബറിൽ തുടങ്ങിയ ജേണി ഞാൻ ഇപ്പോൾ ഇതുവരെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 14 സിനിമകളോളം ഞാൻ ചെയ്തു. പലതും എനിക്ക് ഒഡീഷൻ വഴി കിട്ടിയതാണ്. ലാസ്റ്റ് റിലീസായ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ജോണി ആന്റണിയുടെ ഭാര്യയായിട്ട് ആണ് അഭിനയിച്ചത്, റിലീസായത്. ഇനി 4 മൂവീസ് റിലീസ് ആവാനുണ്ട്. അതിലും ചെറിയ ചെറിയ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണല്ലോ, നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, അല്ലെങ്കിൽ എന്നെ ഒരിക്കൽ തിരിച്ചറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആക്കി മാറ്റും എന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു തുടക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നല്ല ക്യാരക്ടറുകൾ ചെയ്യുന്നതിലേക്കുള്ള ഒരു തുടക്കമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ നിമിത്തത്തിലൊക്കെ വിശ്വസിക്കില്ലേ? എനിക്കതിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള കൂട്ടത്തില്ല. ഞാൻ അന്ന് ഫസ്റ്റ് മൂവി ചെയ്യാനായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻട്രിയിൽ ഞാൻ കാണുന്നത് കുറേ പശുക്കളെയും കൊണ്ട് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. അത് നല്ല നിമിത്തമാണെന്നാണ് അവിടെ നിന്നിരുന്നവരൊക്കെ പറഞ്ഞത്. ശരിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന പല ഓഡീഷനുകളും എനിക്ക് കിട്ടി. അങ്ങനെയാണല്ലോ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എനിക്ക് ഇത്ര സിനിമകൾ ചെയ്യാൻ പറ്റിയത്. ഒരു 35ഓളം ഷോർട്ട് ഫിലിംസ് ചെയ്തു, കുറേ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ ഒരു സിനിമയും എൻ്റെ അഭിനയം ജീവിതം എനിക്ക് നൽകിയത്. അതിൽ നിന്നൊന്നും എനിക്കൊരു മോശമായിട്ടുള്ള അനുഭവങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. എനിക്ക് പലതും പഠിക്കാനാണ് സാധിച്ചത്. ഓരോ സിനിമ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടർ ചെയ്തു പോകുമ്പോഴും ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, അതെല്ലാം എൻ്റെ ഒരു ഫീസ് കൊടുക്കാതെ ആക്ടിങ് സ്കൂളിൽ പോയി പഠിക്കുന്ന കാര്യങ്ങൾ പലതും ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്താണ് എനിക്ക് കിട്ടിയത്. കാരണം പല കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റി. ക്യാമറ ഈ ആംഗിളിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിച്ചു. വൈഡ് ഷോട്ട് എന്താണ്, സജഷൻ ഷോട്ട് എന്താണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിച്ചു. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ആദ്യം കേൾക്കുന്ന സംഗതികളായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താണെന്ന് പലതും പഠിക്കാനായിട്ട് സാധിച്ചു. ഫസ്റ്റ് മൂവി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കുന്നതായിരുന്നു. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര നെർവസ് ആയിരുന്നു. ഭയങ്കര നെർവസ്. അയ്യോ, എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് നെഞ്ചിടിപ്പ് കൂടുന്ന ഒരു ഭയങ്കര ടെൻഷനായിട്ടുള്ള. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യും. കാരണം എനിക്ക് ഇനിയൊരു ചാൻസ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാനില്ല. ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ ഇനിയൊരു ചാൻസ് ഇല്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു അന്ന് ഞാനത് ചെയ്തത്. എന്തോ ഈശ്വരൻ എൻ്റെ കൂടെയായിരുന്നു ആ സമയം. എനിക്കതുകൊണ്ട് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതൊരു നിസ്സാര സംഭവമല്ല. ചുമ്മാ ഡയലോഗ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു അഭിനയമാവില്ല, ഒറിജിനാലിറ്റി ഫീൽ ചെയ്യില്ല. ഡയലോഗിനൊപ്പം തന്നെ നമ്മളുടെ ബോഡി ലാംഗ്വേജ്, ഡയലോഗിലുള്ള വേരിയേഷൻസ്, മോഡുലേഷൻസ്, ഒപ്പം തന്നെ നമ്മളുടെ ഫേസിലായി എക്സ്പ്രഷൻ വരണം, ബോഡി ലാംഗ്വേജ് വരണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾക്ക് രാവിലെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 6 മണിക്ക് തന്നെ നമ്മൾ അവർ പറയുന്ന സ്ഥലത്തെത്തേണ്ടി വരും. ഈ 6 മണിക്ക് പറഞ്ഞാലും നമ്മളുടെ എത്രയോ സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ സീൻസ് കഴിയാതെ, അല്ലെങ്കിൽ നമ്മൾ ചെന്നുടനെ തന്നെ നമുക്ക് ചെയ്തിട്ട് പോരാന്നൊന്നും വിചാരിക്കില്ല. പേഷ്യൻസ്, ക്ഷമ എന്ന് പറയുന്നത് ഇതിനകത്ത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ചെറിയൊരു സീനാണെങ്കിൽ പോലും നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് ഒറ്റ ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ചെന്നിട്ട് ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഷൂട്ട് തുടങ്ങി. ആ ഒറ്റ സീൻ വേഗം തീർന്നു. ഉച്ചയ്ക്ക് മുമ്പ് ഷൂട്ട് കഴിഞ്ഞു, വേഗം പോരാൻ പറ്റി. 6 മണിക്ക് ചെന്നിട്ട് എൻ്റെ സീൻ വന്നത് 8 മണിക്കൊക്കെ സീൻ വന്ന് ചെയ്തു പോന്നിട്ടുണ്ട്. ഒരു ഫീൽഡിൽ ക്ഷമ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് നമുക്ക് കൂടുതൽ വേണ്ട ഒരു സംഗതിയാണിത്. ഹാർഡ് വർക്ക് ഇതിന് അത്യാവശ്യമാണ്. നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പ്രോഗ്രസ് കൂടുകയുള്ളൂ. നാണം മാറി കിട്ടാനും, അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് നമ്മളെ തന്നെ കാണിച്ചു തരാനും. അതുപോലെ തന്നെയാണ് ഡിസിപ്ലിൻ. ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കാതെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ക്ഷമയോടുകൂടെ ഇരിക്കണം. ഡിസിപ്ലിൻ ഇതിനകത്ത് മസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ നമ്മളുടെ കാര്യം മാത്രം അന്വേഷിച്ച് പോവുക. അവിടെ ചെല്ലുക, അഭിനയിക്കുക. നമ്മൾ ചുമ്മാ ആൾക്കാരോട് ചെന്ന് ഇടപെടാനും ബഹളം വയ്ക്കാനും അല്ലെങ്കിൽ വർത്തമാനത്തിന് പോകാനും
പോകാനും കഥ പറയാനും നമ്മുടെ കഥകൾ അവരോട് പറയാനും ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. നമ്മളുടെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. സൈജു കുറുപ്പ് അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ടെൻഷൻ ആവേണ്ട, ഇതുപോലെ ചെയ്താൽ മതി അങ്ങനെ പറഞ്ഞിട്ട് അത്ര സപ്പോർട്ടായിരുന്നു അദ്ദേഹം ചെയ്തത്. എന്നെ വളരെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്തു. ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചു. അതേന്ന് ഞാൻ പറഞ്ഞു. പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഡയലോഗ് പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഞാൻ ഇന്ന് വരെ ഇത് വന്ന ഈ സിനിമകളിലെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു കിട്ടിയത്. ഇപ്പോൾ ലാസ്റ്റ് റിലീസായ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ദിലീപേട്ടൻ്റെ ഒപ്പമായിരുന്നു അഭിനയിച്ചത്. അതും അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സിനിമ, ആദ്യത്തെ സിനിമയിലുള്ള എൻ്റെ അനുഭവം, അതൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അഭിനയമൊന്നും പഠിക്കാതെ ഒന്നും അറിയാതെ അഭിനയിക്കാനായിട്ട് ആഗ്രഹം കൊണ്ട് മാത്രം പോയ ഒരാളാണ് ഞാൻ. ഇതിലൂടെയാവാൻ ഞാൻ ഇനി അറിയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടാവാൻ ഞാൻ ഇതിലേക്ക് എത്തിപ്പെടാൻ യാതൊരു സാഹചര്യവും ഇല്ല. ഒരു ചെറിയ ചാൻസിൽ വരെ ആൾക്കാർ ചോദിച്ചു നടക്കുന്ന കാലം. ഇങ്ങനെ ഓപ്പൺ ഓഡിഷന് പോയിട്ട് ഒരു കാര്യമില്ല. ഭയങ്കര റഷായിരിക്കും. അവർക്ക് നമ്മൾ ചെയ്യുന്നതോ ഒന്നും കാണാൻ പോലും പറ്റാത്ത എത്രയോ ഓഡീഷനുകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവർ സെലക്റ്റഡ് എന്ന് പറഞ്ഞ് വിട്ടിട്ട് പിന്നെ യാതൊരു വിവരമില്ല. അങ്ങനത്തെ ഒരു 5 or 6 ഓഡീഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പുതിയ പുതിയ ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് ഒരു ഓഡീഷൻ അല്ലെങ്കിൽ ഒരു 10 ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയില്ല, ഞാൻ ഇനി ആ ഒരു ഇത് ഉപേക്ഷിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾക്ക് എപ്പോഴെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കൂടെ നിന്നവരെ ചതിക്കാതിരിക്കുക. നമ്മൾ എപ്പോഴും കൂടെ നിന്നവരെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുക, ഡിസിപ്ലിൻ, ടീം വർക്ക്, പേഷ്യൻസ്, ഒപ്പം തന്നെ കൂടെ നിൽക്കുന്നവരെ ചതിക്കാതിരിക്കുക. വിനയം അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. വിനയം. ഓവറായിട്ടുള്ള ജാടയും കാര്യങ്ങൾക്കൊന്നും പോവാണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരു സിനിമയിൽ വിളിച്ചു കഴിയുമ്പോൾ ചുമ്മാ ഒരു സൈഡിൽ ചാരി നിൽക്കാനായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഒന്ന് നിൽക്കാനായിരിക്കും. പക്ഷെ അതും നമ്മൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മിടുക്ക്. അവിടെ ചെന്ന് എനിക്ക് ആ ഡയലോഗ് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് കിട്ടിയില്ല, എനിക്ക് ഇത്ര അവസരം കിട്ടിയില്ല എന്ന് പറയുന്നതിലോ കംപ്ലൈൻറ്റ് പറയുന്നതിലോ ഒന്നും യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ ആലോചിക്കണം, ആ ചെറിയൊരു റോളിന് വരെ, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു എൻ്റെ ഫേസ് ഒന്ന് സ്ക്രീനിൽ കാണണം എന്ന ആഗ്രഹത്തോടു കൂടെ എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ അങ്ങനെ മുന്നോട്ട് പോകുന്നവർ. അപ്പോൾ നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഭക്തി വിശ്വാസത്തോടെ വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് മൂവിയിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്തത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.